ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ചെറിയൊരു കുഞ്ഞ് ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എങ്ങനെയാണ് നമ്മുടെ ഫേസിലുള്ള ടാന് റിമൂവൽ ചെയ്യുക. അതായത് ഇപ്പോൾ പലവരുടെയും സ്കിന്ന് ഭയങ്കര ഡാർക്കനാവുന്നത് മെയിൻലി വന്നിട്ട് ടാൻ ഉള്ളത് കൊണ്ടായിരിക്കും. ആക്ച്വലി ഫസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു സൺസ്ക്രീന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നാച്ചുറൽ റെമഡി ആയിട്ട് എങ്ങനെ നമ്മുടെ ഫേസിലുള്ളത്, അല്ലെങ്കിൽ ഫേസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ അണ്ടർ ആംസ് ആയിക്കോട്ടെ, നമ്മുടെ കയ്യ് കാല്, അങ്ങനെ എക്സ്പോഷർ, അതായത് നമ്മൾ വെയിലത്ത് ഇപ്പോൾ നമുക്ക് അതിൽ എക്സ്പോഷർ കിട്ടുന്ന ഏരിയയിലെല്ലാം നമുക്ക് എങ്ങനെയാണ് ടാൻ റിമൂവൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ജസ്റ്റ് 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 1-2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ടാൻ റിമൂവൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാനിപ്പോൾ ഫേസിൽ മാത്രമല്ല, എൻ്റെ ഹാൻഡ്സിൽ, അതായത് കയ്യിൽ എല്ലാം എന്താ ഞാൻ ടാൻ റിമൂവൽ ചെയ്യാറുണ്ട്. കയ്യിൽ, കാലിൽ, എൻ്റെ അണ്ടർ ആംസ് എല്ലാം ഞാൻ ടാൻ റിമൂവൽ ചെയ്യാറുണ്ട്. വീക്കിലി വൺസാണ്. ആക്ച്വലി അണ്ടർ ആംസ് ഒന്നും ടാൻ റിമൂവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ടാൻ അല്ല, പക്ഷെ എന്താ പോലും ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാറാനായിട്ട് ഈ ടിപ്പ് എനിക്ക് സഹായിക്കാറുണ്ട്. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്, അതിൽ എൻ്റെ ഫേസ് കാണില്ല കേട്ടോ, ഞാൻ ക്യാമറ അങ്ങനെ വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ. ഇനി ഇതിൽ വന്നിട്ട് നമ്മൾ നന്നായിട്ട് പീൽ ചെയ്യാം. ഇതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ പീൽ ചെയ്ത് കളയുന്നുണ്ട് ഞാൻ. അങ്ങനെ തൊലിയൊക്കെ നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് പീൽ ചെയ്തു. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ രീതിയിൽ തൊലിയെല്ലാം പീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരൊറ്റ സാധനം മാത്രം മതി നമുക്ക് നമ്മളുടെ ടാൻ റിമൂവൽ ഇപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല കണ്ടോ, നല്ല വെള്ളം അതിൽ തന്നെ വരും. സോ അപ്പോൾ അതുകൊണ്ടെങ്കിൽ നിങ്ങളതിൽ വെള്ളം ആഡ് ചെയ്യേണ്ട. അതിൽ കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ആക്ച്വലി നല്ല രീതിയിൽ വെള്ളം, ഇത്രയും വെള്ളം ഇതിൽ തന്നെ വരും. നമ്മൾ വാട്ടർ ആഡ് ചെയ്യരുത്. വാട്ടർ ആഡ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും ഗൈസ്. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഒരു പൊട്ടാറ്റോ തന്നെ ധാരാളമാണ് കേട്ടോ. അതായത് നമ്മളുടെ ഫേസിലേക്കും കയ്യിലും കാലിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടാറ്റോ തന്നെ ധാരാളം. ഇനി നമ്മളിതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ലെമണാണ്, ചെറുനാരങ്ങ. ഇത് ഞാൻ രണ്ടായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ബ്രൂ കോഫിയോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യരുത്. നമ്മളുടെ നോർമൽ കോഫി പൗഡർ വേണം യൂസ് ചെയ്യാൻ. ഇൻസ്റ്റൻറ്റ് കോഫിയൊന്നും ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്. ഞാൻ ഈ ഒരു സ്പൂണ് കോഫി പൗഡറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫേസ് പാക്ക്.
നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ അങ്ങനെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഫേസിൽ ഹാൻഡ്സ്, ലെഗ്സ്, അതുപോലെ തന്നെ അണ്ടർ ആംസ് എല്ലാം നമ്മൾ അപ്ലൈ ആക്കുക. എന്നിട്ടൊരു 15 to 20 മിനിറ്റ്സ് അത്രയും മതി. ഏറിപ്പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ്സ്, അതിന് അബോവൊന്നും ഒരിക്കലും വെക്കരുത് കേട്ടോ. ഏത് ഫേസ് മാസ്ക് ആണെങ്കിലും ഹെയർ മാസ്ക് ആണെന്നുണ്ടെങ്കിലും 30 മിനിറ്റ്സിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും വെക്കരുത്. കാരണം ചിലവർ വന്നിട്ട് ഒരുപാട് നേരം വെക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരം വെക്കുന്നവരുണ്ട്. ആക്ച്വലി അതൊരു നെഗറ്റീവ് റിസൾട്ടിലോട്ടായിരിക്കും പോവുക. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാക്സിമം ഒരു 15-20 മിനിറ്റ്സ് മാത്രം നമുക്ക് വെച്ചാൽ മതി. നമ്മുടെ ഫേസ് എന്ത് മാസ്ക്, ഫേസ് മാസ്ക് ഇടുകയാണെങ്കിലും ഹെയർ മാസ്ക് ഇടുകയാണെന്നുണ്ടെങ്കിലും അത്രയും തന്നെ ടൈം നമുക്ക് ഇനഫാണ്, അതിൽ കൂടുതൽ ആവശ്യമില്ല. സോ നമുക്കിപ്പോൾ അത് അപ്ലൈ ആക്കാം. സോ കാണുമ്പോൾ ഒരു ചാണകം പോലെയൊക്കെ ഉണ്ടെങ്കിലും ആക്ച്വലി സാധനം ബെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞ് എന്നെ കാണുമ്പോൾ പ്രേതം പോലെ ഉണ്ടാവും ഗൈസ്. നമുക്ക് ഹെയർ എല്ലാം മാറ്റിയിട്ട്, എൻ്റെ തലയിൽ അമ്മ ഒരു പപ്പടം വറുത്തെടുക്കാനുള്ള എണ്ണ എൻ്റെ തലയിൽ തേച്ചിട്ടുണ്ട്. നാളെ സൺഡേ ആണ്, അപ്പോൾ നാളെ ഞാൻ എണ്ണ തേക്കാറില്ല. അപ്പോൾ അമ്മ ഇരുത്തി എന്നെ എണ്ണ തേപ്പിച്ചിട്ടാണ് വീട്ടിലിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ മുടി പഴിക്കുന്നില്ല, കാരണം തൊടാൻ പറ്റില്ല, അത്ര എണ്ണയാണ് എൻ്റെ ഹെയറിൽ. സോ നമുക്കിത് എന്ത് ചെയ്യാം, ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒരു എന്താണ് പറയുക, വിരൂപ സ്ത്രീയായി മാറുന്നേ. ഇതെല്ലാം അപ്ലൈ ചെയ്ത് അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ ബ്രഷൊന്നും ഉപയോഗിച്ച് ചെയ്യുന്നില്ല. നമ്മൾ ലോക്കൽ സ്കൈസ് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടാത്ത ഏരിയയാണ്. നമ്മൾ ഫേസിൽ എന്തിടുന്നുണ്ടെങ്കിലും ഹെയറിൽ പറയണം, നെക്കിലും കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു സ്ക്രബ്ബർ പോലെയാണ്, അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ്സ് നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആക്ച്വലി എൻ്റെ മുഖത്ത് അധികം പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ക്രബ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാം. ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല. ആക്ച്വലി ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയാസ് മാത്രം ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സോ നമ്മളങ്ങനെ നല്ല രീതിയിൽ തന്നെ, ഞാൻ പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഏരിയ ഒന്നും ഞാൻ അധികം സ്ക്രബ് ചെയ്യുന്നില്ല. ശരിക്കും ആക്ച്വലി വലിയ രീതിയിൽ സ്ക്രബ് ചെയ്യാൻ പാടില്ല പിമ്പിൾസ് ഉള്ളവർ. സോ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ അണ്ടർ ആംസ്. ആക്ച്വലി എൻ്റെ അണ്ടർ ആംസിലൊന്നും അധികം ബ്ലാക്ക് ഇല്ല, കാരണം ഞാൻ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇതുവരെ വേറെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല എൻ്റെ അണ്ടർ ആംസിൽ. സോ എൻ്റെ സെയിം സ്കിൻ ടോണാണ് എൻ്റെ അണ്ടർ ആംസ്. ഞാൻ ഈ ടിപ്പാണ് കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിന്യൂസ്ലി ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ടിപ്പ് തന്നെയാണ്. സോ നമുക്കിത് ഇവിടെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡ്രസ്സൊക്കെ ചീത്തയായിപ്പോയി, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഹാൻഡിൻ്റെ ഇടയിൽ ഞാൻ അധികം സ്ക്രബ് ചെയ്യുന്നില്ല, കാരണം അണ്ടർ ആംസാണ്. നമ്മൾ ഒരുപാട് ഇറിറ്റേഷൻ കൊടുക്കാൻ പാടില്ല ആ ഏരിയയിൽ. ഇപ്പോൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമ്മളുടെ, സോഫ്റ്റാണ്. സോ അതുകൊണ്ടാണ് പലർക്കും അവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരാൻ കാരണം കേട്ടോ. സോ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ്ലി നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പം വീക്കിലി വൺസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ഹാൻഡിലെല്ലാം ഇതുപോലെ കയ്യിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വാരി നമുക്ക് തേക്കുക നന്നായിട്ട്, ഒരു മടിയും വിചാരിക്കേണ്ട, അങ്ങോട്ട് വാരി തേക്കുക. ഇങ്ങനെ
തേച്ച് മിനുക്കുക. ആക്ച്വലി നല്ല രീതി എനിക്കെന്തോ വണ്ടി ഓടിക്കുമ്പോൾ ഗ്ലൗസെല്ലാം കേട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ. സോ ഇപ്പോൾ എൻ്റെ കൈയൊക്കെ ഇപ്പോഴും ഭയങ്കര ടാനിങ്ങാണ്. ബട്ട് ഈ ഒരു റെമഡി എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. 15 to 20 minutes വെച്ചിട്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 15 minutes കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫേസും എല്ലാം വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ റിസൾട്ട്. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇപ്പോൾ ന്യൂസിൻ്റെ ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ബ്ലാക്ക് ഷെയ്ഡ്സ് വരാറുണ്ട്. സോ അതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ. സോ നമ്മുടെ അണ്ടർ ആംസ് ഇതെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ കാല് പൊക്കി കാണിക്കാൻ പറ്റില്ല ഗൈസ്. സോ അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.